ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മയുണ്ട്. രണ്ടാം തവണയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശൻ വരുമ്പോൾ പറഞ്ഞൊരു കാര്യം പോസിറ്റീവായ സമീപനമുള്ള ഒരു പ്രതിപക്ഷമായിരിക്കുക എന്നുള്ളതാണ്. ശശി തരൂർ പറഞ്ഞ കാര്യങ്ങളിൽ, അതായത് കേരളം വ്യാവസായിക മേഖലയിൽ കൈവരിച്ചിരിക്കുന്ന മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് അഭിനന്ദനാർഹമാണ്, അഭിമാനാർഹമാണ് എന്ന് പറയുന്നത് കോൺഗ്രസിന് ഇത്ര ചൊടിപ്പിക്കേണ്ട ഒരു കാര്യമാണോ? ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാമതിൽ നിന്ന് 1ാമതേക്ക് കേരളം വന്നിരിക്കുന്നു എന്ന് പറയുന്നത് രാജ്യം അംഗീകരിക്കുന്ന കാര്യമാണ്. ആ കണക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്ര ചൊടിപ്പിക്കുന്നത്? ഇതൊരു തിരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ടാണോ? നോക്കൂ, ശശി തരൂരിന്റെ ലേഖനം തന്നെ പറയുന്നുണ്ട്, പി രാജീവിനെ കോട്ട് ചെയ്ത ശേഷം ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ഹൈപ്പർ ബോൾ, അതായത് പി രാജീവ് പറയുന്ന കണക്ക് ഒരു ഹൈപ്പർ ബോൾ അല്ലെങ്കിൽ അത് സ്വാഗതാർഹമാണ് എന്ന് തരൂർ പറയുന്നു. തരൂരിന്റെ ലേഖനത്തിന്റെ അവസാനം കൃത്യമായി പറയുന്നുണ്ടല്ലോ, അധികാരത്തിലിരിക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഈ സമീപനം, അല്ലാത്തപ്പോഴൊക്കെ ചുമപ്പൻ കൊടിയും പിടിച്ച് ആരെങ്കിലും ഒരു പെട്ടിക്കട തുടങ്ങിയാൽ അതിൻ്റെ മുമ്പിലേക്ക് വരെ ചാടി ഇറങ്ങി CI2ൻ്റെ പിരിവുമായി നടക്കുന്നവരാണിവർ എന്ന് തരൂര് തന്നെ പറയുന്നുണ്ട്. അതെന്താണ് മനസ്സിലാക്കാത്തത്? 2, തരൂരിൻ്റെ ലേഖനത്തെ അപ്പാടെ അങ്ങ് വിഴുങ്ങി ഇതാ ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം വികസനത്തിൻ്റെ വിപ്ലവത്തിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയാൽ ആന്തൂർ സാജൻ മുതൽ ഏറ്റവും അവസാനം കൊല ചെയ്യപ്പെട്ട പുനലൂരിലെ സുഗതൻ വരെയുള്ളവരെ ഓർമ്മിപ്പിക്കാതെ പോകാൻ എങ്ങനെയാണ് ഒരു ക്രിയേറ്റീവ് പ്രതിപക്ഷത്തിന് സാധിക്കാത്തത്? ഞാൻ പറഞ്ഞു തരാമെന്ന്. ഈ നാട്ടിൽ വ്യവസായം തുടങ്ങിയ വിവിധ ആൾക്കാരെ പറ്റി 1, 2, 3, 4 എന്ന് പറഞ്ഞു തരാം. 1, ആന്തൂറിലെ സാജൻ, മാധുവിന് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, 10 കോടിയുടെ കൺവെൻഷൻ സെൻ്ററാണ് ആ മസ്കറ്റിൽ നിന്ന് വന്ന് സാധാരണക്കാരൻ ഇവിടെ തുടങ്ങിയത്. അവൻ്റെ പെർമിഷൻ ലഭിക്കാൻ വേണ്ടി ആന്തൂർ നഗരസഭയുടെ കയറ്റിറക്കങ്ങൾ 10 വർഷം കയറി ഇറങ്ങി ഒടുക്കം ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമള നഗരസഭാധ്യക്ഷയായിരിക്കുന്നിടത്ത് നിന്ന് യാതൊരുവിധ തരത്തിലും അവന് അനുകൂലമായ നിലപാടുണ്ടാവില്ല എന്ന് കണ്ട് അരമൂഴം കയറിൽ തൂങ്ങിയ ആന്തൂർ സാജന്റെ ഭാര്യയെ പറ്റിയും എന്താണ് ദേശാഭിമാനി പത്രം എഴുതിയത്? അപ്പോൾ 10 കോടിയുമായി ഇവിടെ വികസനം തുടങ്ങാൻ വേണ്ടി, ഇവരുടെ വ്യവസായം തുടങ്ങാൻ വരുന്നവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് ആന്തൂറിൽ നമ്മൾ കണ്ടില്ലേ. ഇനി പുനലൂരിൽ ദുബായിൽ നിന്നാണ് സുഗതൻ എന്ന് പറയുന്ന പാവപ്പെട്ടവൻ വരുന്നത്. 6 കോടി രൂപയുടെ പദ്ധതിയുമായി വന്നത്. 2-3 വ്യവസായശാലകൾ, 2-3 ഈ പറയുന്ന മെഷീൻ ഫാക്ടറികൾ ഒക്കെയായി വന്നു. എന്തായിരുന്നു? CPIയുടെ യുവജന സംഘടന ഫണ്ട് ചോദിച്ചു തന്നു, കൊടുത്തില്ല, കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. തുടക്ക പ്രവർത്തനത്തിന്റെ ആരംഭഘട്ടമല്ലേ. കൊടികുത്തുക മാത്രമല്ല, ഇല്ലാത്ത തൊട്ടതിനും പിടിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ കോടതി കയറ്റി ഇറക്കി. ഒടുക്കം അവനും അരമുഴം കയറായിരുന്നു. പറയാൻ കഴിയുന്ന പല ഉദാഹരണങ്ങൾ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കാം. അത് സ്വാഭാവികമായും പ്രതിപക്ഷം എന്ന നിലയിൽ പറയുകയും വേണം. ഇതൊന്നും അറിയാത്ത ഒരാളല്ല ശശി തരൂർ എന്ന് പറയുന്നത്. കോൺഗ്രസുകാർ കൊടുത്തിരിക്കുന്ന പ്രിവിലേജിന്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ടല്ലോ. നിങ്ങൾക്ക് ശശി തരൂർ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ എവിടെയെങ്കിലും സർക്കാരിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓക്കെയാണ്. പക്ഷെ അതേ കാര്യങ്ങളിൽ സർക്കാരിനെ അഭിനന്ദിക്കുമ്പോൾ അത് കഴിയില്ല. തരൂർ തന്നെ പറയുന്നുണ്ടല്ലോ, മോശം കാര്യങ്ങളിൽ വിമർശിക്കുന്നു, നല്ല കാര്യങ്ങളിൽ അനുകൂലിക്കുന്നു എന്നുള്ളത്. ആ അനുകൂലിക്കുന്ന കാര്യങ്ങളെ മാത്രം ഇത്രത്തോളം വിമർശന വിധേയമാക്കാനുള്ള സാഹചര്യം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഈ തരൂരിൻ്റെ ലേഖനം വന്നതിൻ്റെ പിറ്റേ ദിവസം ഈ അനുകൂലിക്കുന്ന ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ ക്യാപ്സ്യൂളായി ഇറക്കി അപ്പാടെ അങ്ങ് വൈറ്റ് വാഷ് അടിച്ചേക്കാമെന്ന് പറഞ്ഞ് പി രാജീവ് ഇറങ്ങിയല്ലോ. അപ്പോൾ അതിന് കുഴപ്പമില്ലേ? അപ്പോൾ അതിൽ പ്രതികൂലിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി ചൂണ്ടിക്കാണിക്കും. രാജീവ് അടക്കം തുറന്നു പറയുന്ന കള്ളത്തരങ്ങൾ, ആ ഹൈപ്പർ ബോൾ ഉണ്ടല്ലോ, ആ ഹൈപ്പർ ബോളിന് കുത്തുകുത്തുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം തന്നെയാണ്. 3 ലക്ഷം വ്യവസായങ്ങൾ തുടങ്ങിയെന്ന് പറയുന്നു. എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? 2020 കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമുണ്ടാകുന്നു, ഉദ്യം പദ്ധതി. എല്ലാ വ്യവസായങ്ങളും അതിൽ രജിസ്റ്റർ ചെയ്യണം, പെട്ടിക്കട മുതൽ കോഴിക്കട വരെ. പക്ഷേ ഈ സംസ്ഥാനത്തെ കോഴിക്കടയിൽ പോയാൽ 87 രൂപയുടെ ചിക്കൻ കിട്ടില്ല കേട്ടോ. തോമസ് ഐസക് പണ്ട് പറഞ്ഞത് അത് കിട്ടില്ല. പക്ഷേ അതടക്കമുള്ളത് ഈ ലിസ്റ്റിലുണ്ട്, ഈ 3 ലക്ഷത്തിന്റെ ലിസ്റ്റിൽ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായങ്ങൾ ലഭിക്കുക എന്നൊരു പോളിസി, എന്നൊരു PR എക്സസൈസ് നടന്നു. അതിന്റെ ഭാഗമായി സാധാരണക്കാർ, കുടുംബശ്രീ യൂണിറ്റുകൾ, ഒരു പപ്പടം ഉണ്ടാക്കുന്ന യൂണിറ്റ് വരെ രജിസ്റ്റർ ചെയ്തു. ഇതിലൊക്കെ സംസ്ഥാന സർക്കാരിന് എന്താണ് പങ്കുള്ളത്? ആരാന്റെ കുഞ്ഞിന്റെ അച്ഛനാവാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് നാണക്കേടുള്ള പരിപാടിയല്ലേ? അതിനൊരു മാന്യത വേണ്ടേ? ഞാൻ ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാർ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്ന തുക എത്ര? ആ തുകയിൽ ഏതൊക്കെ സ്റ്റാർട്ടപ്പുകൾക്ക് സ്വീഡ് ഫണ്ടായും മറ്റുമായി കൊടുത്തിട്ടുണ്ട്?
അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ കഴിവോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ താങ്ങ് കിട്ടി തണല് കിട്ടി വളർന്നു വന്ന എത്രയൊക്കെ സ്റ്റാർട്ടപ്പുകളുണ്ട്. വ്യവസായ മന്ത്രി കണക്ക് പുറത്ത് കൊടുത്തേ 3 ലക്ഷം ഉണ്ട്. ഈ പറയുന്ന വിമർശനങ്ങളൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ ഇത്ര കുത്തഴിഞ്ഞ ഒരു സംവിധാനമാണ് ഇവിടെ നടപ്പിലാകുന്നത് എങ്കിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഈ മുന്നോട്ട് പോക്ക് സാധ്യമായത്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ എങ്ങനെയാണ് ഈ കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ ഇത്രയധികം സൂക്ഷ്മ പരിശോധന നടത്തുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് നമുക്കറിയാം കഴിഞ്ഞ തവണയൊക്കെ 2020 28ാം സ്ഥാനത്ത് നിന്നാണ് കേരളം ഈ പറയുന്ന വലിയ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നത്. എങ്ങനെ അത് സാധ്യമായി? അല്ല, അതിൽ 2 കാര്യങ്ങളാണ്. ഒന്നത്, കേരളത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തും നമ്മുടെ ക്യാപിറ്റൽ ഹ്യൂമൻ ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റൽ സ്വാഭാവികമായും പണിയെടുക്കും. അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്തത് കഴിഞ്ഞ ഗവൺമെന്റുകളാണ്. ഇവിടെ ഇൻഫോ പാർക്ക്, കിൻഫ്ര അടക്കം സാഹചര്യങ്ങൾ ഈ ഹ്യൂമൻ ക്യാപിറ്റലിന് ഇവിടെ വ്യവസായം തുടങ്ങാൻ അവർ ഐഡിയ പുഷപ്പ് ചെയ്യാനുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി. ആ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്തതാരാം? കിൻഫ്ര തുടങ്ങിയതാരാം? ഇൻഫോ പാർക്ക് തുടങ്ങിയതാരാം? അക്ഷയ സെന്ററുകൾ തുടങ്ങിയതാരാം? ഇതൊക്കെ ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ലഭ്യമാകുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള യുവാക്കൾ വരെ അവരുടെ ഐഡിയയുമായി മുമ്പോട്ട് വരുന്നു. കോയമ്പത്തൂരിൽ 60% വ്യവസായം തുടങ്ങുന്ന മലയാളിയാണെന്നേ. അത് മലയാളിയുടെ കഴിവാണ്, അല്ലാതെ സർക്കാരിന് അതിലെന്താ പങ്ക്? സർക്കാരിന് എന്താ പങ്ക്? ഞാൻ ആദ്യം ചോദിച്ചില്ലേ, ആരാന്റെ കുഞ്ഞ് എവിടെയെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടായാൽ ഉടനെ അത് ഞങ്ങളുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുത്തനുടുപ്പും മേടിച്ചുകൊണ്ട് അച്ഛനാവാൻ നടക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? അത് തെറ്റല്ലേ? അതാണ് ചോദിക്കുന്നത്. ഒരു സംസ്ഥാനം ഈ പറയുന്ന ഒരു എടുത്തു പറയത്തക്ക നേട്ടം കൈവരിക്കുന്നത് ഒരു സംസ്ഥാനം ഒരു സർക്കാർ ഭരിക്കുമ്പോഴാണ് എന്ന് അവകാശപ്പെടുന്നതിൽ എന്താണ് തെറ്റ് എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി അവകാശപ്പെടുന്നത് ശരി, അതിനപ്പുറം നിങ്ങളുടെ പ്രവർത്തക സമിതി അംഗം, നിങ്ങളുടെ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവെന്ന് നിങ്ങൾ തന്നെ പറയുന്ന ആളാണ്. അത് നിങ്ങളുടെ ആഭ്യന്തര വിഷയം, അതിലേക്ക് നമുക്ക് പിന്നീട് വരികയും ചെയ്യാം. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ സർട്ടിഫിക്കറ്റ് തുല്യം ചാർത്തി നൽകുന്നത് കോൺഗ്രസിൽ നിന്ന്, കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ തന്നെയാണ് എന്നുള്ളതാണെന്ന്. ഇനി ഈ പറയുന്ന മുന്നോട്ട് പോക്ക്, ഈ പറയുന്ന 1ാം സ്ഥാനം കോൺഗ്രസ് ഭരിച്ച കാലത്താണ് കിട്ടുന്നത് എങ്കിൽ കോൺഗ്രസുകാർ ഇത് അവകാശപ്പെടില്ലേ? കോൺഗ്രസുകാർ പിന്നീട് എല്ലാ കാലത്തും പറയില്ലേ കേരളം ഈ വ്യാവസായിക വികസനത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഭരിച്ചപ്പോഴാണ് 1ാം സ്ഥാനത്ത് വന്നത് എന്ന് പറയില്ലായിരുന്നോ? അത്രയങ്ങ് നിഷ്കളങ്കരായി പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ? അല്ല, അങ്ങനെ നിഷ്കളങ്കരായി പോയതല്ല. നോക്കൂ, 1 ലക്ഷം തൊഴിലവസരങ്ങൾ പ്രതിവർഷം സൃഷ്ടിക്കപ്പെട്ടുവെന്ന് ഈ പി രാജീവ് ഇന്നലെ അല്ലല്ലോ പറയാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതല്ലേ. അത് കൃത്യമായി ജനങ്ങളിലേക്ക് കൺവേ ചെയ്തിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി തരൂരല്ലല്ലോ ജയിക്കേണ്ടത്, പന്ന്യൻ രവീന്ദ്രൻ 3ാം സ്ഥാനത്തല്ലല്ലോ 1ാം സ്ഥാനത്ത് വന്ന് ജയിക്കണ്ടേ. അത് ജനങ്ങളിലേക്ക് കൺവേ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അത് ജനമനസ്സിലായതുകൊണ്ടാണ് 10 സീറ്റിൽ ഒന്ന് ഇരുത്തി ചിന്തിക്കുക. അത് കൺവേ ചെയ്യപ്പെട്ടുകൊണ്ടാണോ ഈ പറയുന്ന കോൺഗ്രസ് 2ാം വീണ്ടും പ്രതിപക്ഷത്തിരുന്നതും CPM വീണ്ടും തുടർ ഭരണത്തിലേക്ക് വന്നത് എന്ന് കോൺഗ്രസ് ഒന്ന് ഇരുത്തി ചിന്തിക്കുക. നിങ്ങളുടെ ഈ കലഹങ്ങളും ഈ പറയുന്ന പടലപ്പിണക്കങ്ങൾക്കും ഇടയിൽ അതുകൂടി ഒന്ന് ചിന്തിക്കും. ഭരണത്തിലേക്ക് അമേരിക്കൻ അവാർഡ് കൊണ്ടുപോയി കൊടുത്ത അമേരിക്കയിലെ അവാർഡ് കൊണ്ടുപോയി കൊടുത്ത PR പുഷ് എത്രത്തോളമായിരുന്നു? അല്ല, ഈ പറയുന്ന PR കണ്ടിട്ട് വോട്ട് ചെയ്യുന്നവരാണ് കേരളക്കാർ എന്നാണോ കോൺഗ്രസ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ പരാജയമാണോ നിങ്ങൾക്കുണ്ടായത്? അല്ലല്ല, PR എക്സസൈസിന് എന്താ പങ്കില്ലെന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലാത്തതിനെ പൊളിപ്പിച്ച് കാണിക്കാൻ തരൂരിന്റെ വാക്ക് തന്നെ എടുക്കാമെന്ന്. ഇറ്റ്സ് ജസ്റ്റ് എ ഹൈപ്പർ. കാറ്റ് പോകുമ്പോ എന്തിനാണ് ഇത്ര വെപ്രാളം? അല്ല, ഞാൻ വരാം.